നമസ്കാരം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തുറന്നാൽ നമ്മൾ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത നമുക്കൊരു ചെടിപ്പുണ്ടാക്കുന്ന അനിഷ്ടമുണ്ടാക്കുന്ന ചില വീഡിയോകൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുൻ യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിൻ്റെ ക്യൂബൻ സന്ദർശനത്തെക്കുറിച്ചുള്ള വീഡിയോകളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവരെയൊക്കെ ഈ ചിന്താ ജെറോമിനെ പോലെയുള്ളവരെ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച എന്താണെന്നറിയണമെങ്കിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്ന ഉളുപ്പില്ലാതെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ അടിയിലെ കമൻറ്റുകൾ വായിച്ചു നോക്കണം. ഈ കമൻറ്റുകൾക്ക് കിട്ടുന്ന ലൈക്കുകൾ എത്രയാണെന്ന് എണ്ണി നോക്കണം. ഇതാണ് അവരുടെ അവസ്ഥ. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു അലങ്കാരമാണെന്ന്. കാരണം ഇത്രയും വലിയ കമന്റുകൾ ഇതിന്റെ അടിയിൽ വരുമ്പോ ഞാൻ കൂടുതൽ വൈറലായല്ലോ എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും. ആലോചിച്ച് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയായി. ഇവിടെ തിരുവനന്തപുരത്ത് നഗര കാഴ്ചകളെന്ന് പറഞ്ഞിട്ട് മണ്ടയിലത്തൊരു ബസ് പോകുമല്ലോ, 2 ബസ്. ആ ബസ്സിന്റെ മുകളിൽ നിന്നിട്ട് ഈ ദിവ്യ അയ്യറുണ്ട്, അവരിരിക്കുകയാണ്. പിന്നെ അങ്ങനെ വിശിഷ്ടമായ വ്യക്തികളുണ്ട്, ചിന്താ ജെറോമുണ്ട്, കുറെ മാധ്യമ പ്രവർത്തകരുണ്ട്. അപ്പോൾ ചിന്താ ജെറോമിന് ഇവന്മാരെല്ലാം കൂടെ സ്കോകേറ്റി വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ അവരത് മനസ്സിലാക്കില്ല. മാമ്പഴം, വൈലോപ്പള്ളിയുടെ മാമ്പഴം അതങ്ങോട്ട് മോണോ ആക്ട് കാണിക്കുകയാണ്. പലരും ചിരിക്കാൻ വയ്യല്ലോ, അവര് ഈ KG കമലേഷൊക്കെയാണെന്ന് തോന്നുന്നു. KG കമലേഷൻ ഏഷ്യല്ലേ, അപ്പം കമലേഷ് ഉണ്ട്, വേറെ ആരൊക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനെ ഇത് ഈ സ്ക്രൂ കയറ്റി സംഘടിപ്പിച്ചാണല്ലോ അപ്പൊ അവരിത് പറയുകയാണ്. അപ്പം ഇദ്ദേഹം വിചാരിക്കണം എന്താണ്, എന്റെ ഈ കഴിവ് കണ്ട് മോശം പറയരുതല്ലോ, തെറ്റല്ലാത്ത രീതിയിലൊക്കെ അവർ അവതരിപ്പിച്ചു. പക്ഷേ കുട്ടിക്കാലത്ത് അവതരിപ്പിച്ചതാണ്. ഇത്രയും പല തെറ്റല്ലാത്ത രീതി, നമ്മളില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ സ്കൂൾ കാലത്ത് അവതരിപ്പിച്ചതിന്റെ ഒരു ഓർമ്മയായിട്ട് ഓർമ്മയാണ്. അപ്പോ ഈ ഇരിക്കുന്ന പലരും പിന്നെ ചിരിയടക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ ക്യൂബയിൽ പോയിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു. നമ്മളൊക്കെ ഈ സഞ്ചാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു പിന്നെ എന്താണ്, ഈ ഒരു ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് നമുക്ക് ഓർമ്മ വരുന്നത് SK പൊറ്റക്കാടിന്റെ ഒക്കെ പുസ്തകങ്ങളായിരുന്നു. SK പൊറ്റക്കാടിന്റെ യാത്രാവിവരണം ഒക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ സഞ്ചാരം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓടി വരുന്നത് സഞ്ചാരം എന്ന പ്രോഗ്രാമാണ്. ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രോഗ്രാം, അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ, അദ്ദേഹത്തിന്റെ സഫാരി ചാനലുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ശീലിച്ച നമുക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതി. കാരണം ഒരു എന്താണ് ഫിദൽ കാസ്ട്രോയുടെ ശവകുടീരത്തിലോട്ട് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, മറ്റേ അവിടെ അത് കാണുന്നു, ഇവിടെ വാഴ കാണുന്നു, ഇവിടെ ചേമ്പ് കാണുന്നു, ചേന കാണുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവരെന്തോ ചെയ്തോട്ടെ, അവരൊരു ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അവർ ക്യൂബയിലോ അല്ലെങ്കിൽ കെനിയയിലോ അല്ലെങ്കിൽ വേറെ ശൂന്യാകാശത്തോ എവിടെ വേണോ പോട്ടെ, നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ പണം എവിടെ നിന്നാണ്? ചിന്താ ജെറോമിന് ഈ പറയുന്ന ചിന്താ ജെറോമിനും സംഘത്തിനും ഈ ക്യൂബൻ സർക്കിട്ടിനുള്ള പണം എവിടെ നിന്നാണ്? സ്പോൺസർ ചെയ്തതാണോ ആരെങ്കിലും? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോൺസർ അത് നിങ്ങൾ ചോദിക്കരുത്. ഈ നേതാക്കന്മാർക്കെല്ലാം യാത്ര പോകാൻ വേണ്ടി മുടക്കുന്ന പൈസ ആരാണ് സ്പോൺസർ ചെയ്യുന്നതാണ്? എന്തിനാണ് ഇവരെല്ലാം പോകുന്നത്? വിദേശത്തൊക്കെ പോകുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് പോകുന്നത്. സ്പോൺസറിങ്. അത് മാത്രമല്ല, ഈ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സമയത്താണ് ഒരു പൈസ ഒരു 34 ലക്ഷം രൂപയുടെ ഇത് വാങ്ങിച്ചല്ലോ, ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് വാങ്ങിച്ചല്ലോ, അനധികൃതമായി കൈപ്പറ്റി. തിരിച്ചടയ്ക്കുമെന്നൊക്കെ അല്ലല്ല, അനധികൃതമായി 8 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നു. വീണ്ടും 34 ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വിവാദമായപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് 34 ലക്ഷം, എനിക്ക് ഞാൻ ആരായി? ഞാൻ ലക്ഷപ്രഭുവായില്ലേ, എനിക്കിനി അങ്ങനെ കിട്ടിയാലും വേണ്ട, അഥവാ കിട്ടിയാൽ തന്നെ ഞാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം അവർ ഒഴിഞ്ഞതിന് ശേഷം കാലാവധി കഴിഞ്ഞിട്ട് പോയത്. കാലാവധി കഴിഞ്ഞിട്ടും കടിച്ചു തൂങ്ങി കുറെ അത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് സർക്കാരിന് അപേക്ഷ കൊടുത്തു. ആ 34 ലക്ഷവും 36 ലക്ഷമുണ്ട്, ആ പണം മുഴുവൻ അവർ വാങ്ങിയെടുത്തു. എന്നാലോചിച്ച് നോക്കൂ, കേരളത്തിലെ ജനങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ, എന്ത് പറയാൻ ചേട്ടാ, എന്തെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, പണിയെടുത്ത് ജീവിക്കുന്ന ഓരോ ആൾക്കാർ നികുതികളായും പിഴകളായും ഒക്കെ അടയ്ക്കുന്ന പണം കൊണ്ടാണ് ഇവരൊക്കെ ഈ 34 ലക്ഷം എങ്ങനെ നമ്മൾ ഈ ആഹാരം കഴിക്കും ആ പണം കൊണ്ട്? അല്ല, അങ്ങനെ എത്രയോ പണം നമ്മുടെ ഖജനാവിലെ പണം ഇങ്ങനെ പോകുന്നുണ്ട്, എത്രയോ പോകുന്നുണ്ട്. ഇതൊക്കെ അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടിയും അത് മാത്രമല്ലേ, ഈ
പിന്നെ എനിക്ക് അങ്ങനെ ആ പൈസ കിട്ടിയാൽ ഞാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തി 2 മാസത്തിനകം ആ പൈസ വാങ്ങിച്ചതിന് ശേഷം ഈ ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ നിശിതമായി വിമർശിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും കണ്ടില്ല, ചത്തതുപോലെ കിടന്നു. പിന്നല്ലാതെ ഒരു പ്രശ്നം അല്ല, അതാണ് ഈ പറയുന്നത്. ഈ കമന്റുകളൊക്കെ കണ്ടാൽ അതൊക്കെ ഒരു ഭൂഷണമാണ്. അതൊക്കെ എനിക്ക് എന്നെ അംഗീകരിച്ചാണ്, എൻ്റെ പേര് ഇത്രയും ആൾക്കാർ കണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. ഒറ്റ സംശയമുള്ളൂ, ഈ ഇതുപോലുള്ള വ്യക്തികൾ ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകിയത്? ഇവരൊക്കെ എന്ത് ഗുണം ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഈ സമൂഹത്തിനോ ഈ നാടിനോ ഈ രാജ്യത്തിനോ വേണ്ടി ചെയ്തിട്ടുള്ള, ഈ പ്രസ്ഥാനത്തിനോ വേണ്ടി ചെയ്തിട്ടുള്ള, പ്രസ്ഥാനമെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇവരെയൊക്കെ ജനങ്ങൾ വെറുക്കുകയാണ്. ഇവരോടൊക്കെയുള്ള വെറുപ്പ് കാരണം ജനങ്ങൾ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസ്ഥാനത്തിന് വേണ്ടി എന്നുകൂടി എടുത്തു പറഞ്ഞത്. ഈ പ്രസ്ഥാനത്തിനും നാടിനും വ്യക്തിക്കും സമൂഹത്തിനും സഹജീവികൾക്കും ഒക്കെ വേണ്ടി ഇവരെന്തെങ്കിലും ഒരു പിന്നെ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ കണ്ട കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഒന്നും എടുത്ത് പറയാൻ കഴിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മുമ്പിൽ നിന്ന് നയിച്ചും തൊണ്ടമുട്ടി മുദ്രാവാക്യം വിളിച്ചും ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പിള്ളേരെ റോൾ മോഡലാക്കി കണ്ട് ഈ പിള്ളേർ കാണിക്കുന്ന, ഈ SFI പിള്ളേർ കാണിക്കുന്നത്. ഇവരെയൊക്കെയാണ് റോൾ മോഡലാക്കുന്നത്. എ റഹീം വിജയലക്ഷ്മി ടീച്ചറൊക്കെ തടഞ്ഞു വെച്ച് ചീത്ത വിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് എൻ്റെ നേതാവിന് ഇതുപോലെ DGP റാങ്കിനേക്കാളും മുകളിലാണ് നേതാവിൻ്റെ റാങ്ക്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ബ്രാഞ്ച് സെക്രട്ടറി എങ്കിലും ആവാം എന്നുള്ള ഒരു ഇതിൽ ആണ് നിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കമന്റ് കേട്ടോ, അല്പമെങ്കിലും ഉളുപ്പുള്ള. ഈ കമന്റുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കമന്റുകൾ ഇടുന്നത് എല്ലാം ഇവരെ ഇഷ്ടപ്പെടാത്തവരോ ഇവരെ വെറുക്കുന്നവരോ അല്ല. അതായത് വെറുക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇവരെ പാർട്ടിക്കാരല്ല, പുറത്ത് വേറും പാർട്ടിക്കാരല്ല, CPM-നകത്തുള്ളവരാണ് ഈ കമന്റ് ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും കമന്റ് കൂടുന്നത്? അല്ലാതെ മറ്റു പാർട്ടിക്കാര്, കോൺഗ്രസ്സുകാരോ BJP-കാരോ കമന്റ് ഇട്ടാൽ ഇത്രയും വലിയ കമന്റ് വരുമോ? അപ്പോൾ CPM-കാർ തന്നെയാണ്, DYFI-കാർ തന്നെയാണ് ഇവരുടെ ഈ ചെയ്തികൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ തന്നെ കമന്റ് ഇടുന്നു. ആ കമന്റ് ഇടുന്നതിൽ പകുതി മാത്രമേ ഇടുന്നുള്ളൂ മനസ്സിലുള്ളവരുടെ. താല്പര്യമുള്ളവർ ഇവർക്കെതിരായിട്ട് കമന്റ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു 10% പോലും കമന്റ് ഇടുന്നില്ല. അപ്പോൾ ബാക്കി കുറേ പേര് കമന്റ് ഇടാതെ മനസ്സുകൊണ്ട് ഈ കമന്റുകളെല്ലാം വായിച്ച് സന്തോഷിച്ചിരിക്കുന്ന സഹാക്കളാണ് കൂടുതലുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ CPM-നകത്ത് തന്നെ കൃത്യമായിട്ടും ഈ വെറുക്കപ്പെടുന്ന ഒരു ടീമുകളാണ് ഇവരെല്ലാം എന്നുള്ളത് വ്യക്തമാണ്. അല്ല, വെറുപ്പാണല്ലോ ഈ പിണറായി വിജയൻ അടക്കമുള്ളവരോട് വെറുപ്പാണല്ലോ, പൊതുജനങ്ങൾക്കും ഈ പറയുന്ന പാർട്ടിക്കകത്തുള്ളവർക്ക് പോലും വെറുപ്പാണല്ലോ. അല്ല, ഈ പാർട്ടിക്കകത്തുള്ള അണികൾ പോലും ബഹുമാനിക്കുക, സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? നമുക്ക് ബഹുമാനം എന്ന് പറയുന്ന പേടിപ്പിച്ച് ബഹുമാനിക്കാം, അങ്ങനെയുള്ള ബഹുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ആദരവോടുകൂടി ബഹുമാനിക്കുന്ന എത്ര പേരുണ്ട്? മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന എത്ര പേരുണ്ട്? എത്ര നേതാക്കന്മാരുണ്ട് CPM-ൽ? എന്തുകൊണ്ട് മറ്റു പാർട്ടികളിലുള്ളവരെ എടുത്തു പറയുന്നില്ല? അവരൊന്നും ഇവരെ പോലെ അല്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഈ ചിന്താ ജെറോമോ ഒക്കെ ഇതൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് അതിനൊന്ന് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ ഒന്ന് നിർത്തിവെപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം ആൾക്കാർ ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ വെറുത്ത് കൊണ്ടുപോവുകയാണ്. അത് മൊത്തം വെറുത്ത് കഴിഞ്ഞു. ഇട്ടോട്ടെ, കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ഇടായിരുന്ന കമന്റുകൾ വരും എതിരാണ്. അപ്പൊ എന്തായാലും ജയ് ബോർസലാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.